गन्धवं वो सखी मन्दपवनं तानु मल्लिकगन्धवं तपचणुतै मन्दपवनं तानु मनोहरनिल शोभयं नल समयमिदु वो सखी एन्न केळ्कु चൊല്ലനില शोभयं नल समयमिदु वो सखी एन्न केळ्कु मल्लिकगन्धवं वो सखी मन्दपवनं तानु മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ മനോഹരമായ ഗാനത്തിൽ ഐക്യവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഓണത്തിൻ്റെ സാരാംശം എന്ത് മനോഹരമായിട്ടാണ് വരച്ചു കാട്ടുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഇബ്രാഹിം തോമസ്. ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് രണ്ട് ലോകങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. ഒന്ന് എൻ്റെ ബാല്യകാല ഓർമ്മകൾ, മറ്റൊന്നിൽ ഇപ്പോഴത്തെ കാലഘട്ടം. പുലർച്ചയ്ക്ക് കൂട്ടുകാരോടൊപ്പം പോയി പൂ പറിച്ചിരുന്ന സന്തോഷം, കാൽച്ചുവട്ടിൽ മഞ്ഞപ്പൂവിൻ്റെ ഗന്ധവും വീട്ടുമുറ്റത്ത് വിരിയുന്ന പൂക്കളിൽ നിന്നുണ്ടാക്കുന്ന പൂക്കളവും, അതൊക്കെ ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ മനസ്സും കണ്ണും നിറയുകയാണ്. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ പൂക്കൾ പറിക്കുന്ന പറമ്പുകൾ മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. കൂട്ടായ്മയ്ക്ക് യാതൊരു കുറവുമില്ല. നമ്മുടെ കുട്ടികൾ പൂക്കൾ വാങ്ങിച്ചാലും പൂക്കളം വിരിച്ചാലും വീട്ടിലുള്ളവരെല്ലാവരും ഓണക്കോടി ഉടുത്താലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദയബന്ധമുണ്ടല്ലോ, അത് തന്നെയാണ് ഓണത്തിൻ്റെ ഐക്യവും സന്ദേശവും. കാലം മാറാം, സ്ഥലങ്ങൾ മാറാം, ജീവിത രീതികൾ മാറാം, പക്ഷേ ഓണം നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന ഒരു കാലാതീത സംഗീതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഓണം വേറൊരു ഉത്സവമല്ല, അത് നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന ഒരു ഐക്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. கண்மணி, அன்போட காதலன். நான் எழுதும் கடிதம் இல்ல கடிதமே இருக்கட்டும். கடிதம் படி. கண்மணி, அன்போடு காதலன் நான் எழுதும் கடிதமே. பாட்டாவே படுத்திட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம். பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்னை நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உட்காந்தா அந்த எழுத்துதான் வார்த்தை. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதான். அதை எழுத நினைக்கையில் வார்த்தை முட்டுது. அதேதான் பிரமாதம். கவிதை கவிதை படி. கண்மணி.